നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലേ? എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലും ആശ്രയിക്കുന്ന രണ്ട് വെബ്സൈറ്റുകളാണ്. ഒന്ന് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അല്ലേ? ഈ രണ്ട് വെബ്സൈറ്റിലെ ഏത് വെബ്സൈറ്റിലാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ സെല്ല് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. സാധാരണ രീതിയിൽ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടെന്ന് വരത്തില്ല. എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സൈറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് സൈറ്റിൽ കൂടാതെ വേറെ ഏതെങ്കിലും സൈറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇതിനേക്കാളും വില കുറഞ്ഞ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാനും സാധിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഒരു ആപ്ലിക്കേഷനും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക്, പിന്നെ മറ്റ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ടിലെ വിലയും ആമസോണിലെ വിലയും താരതമ്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള സെർച്ച് ബാറിൽ സാംസങ് F55 എന്ന മോഡൽ ഫോൺ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത റിസൾട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പല വിലയിൽ ആ ഒരു ഫോൺ അവൈലബിൾ ആണ് അല്ലേ? ആദ്യം കാണിച്ചിരിക്കുന്നത് 30,000 രൂപയ്ക്കും പിന്നെ 24,999 അതിൻ്റെ താഴെയായിട്ട് 31,500 രൂപയ്ക്കും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 24,999 എന്ന ഈ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്നപ്പോഴും ആ ഒരു വില തന്നെയാണ് കാണിക്കുന്നത്, 24,999. അതുപോലെ തന്നെ 8GB റാം 128 GB ഇന്ത്യയിലും വരുന്ന ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടുത്തെ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. ബാക്ക് വന്നതിന് ശേഷം ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടുത്തെ സെർച്ച് ബാറിൽ നമ്മൾ ആ ഒരു സെയിം മോഡലാണ് സെർച്ച് ചെയ്യുകയാണ്. സാംസങ് F55 ഓക്കെ സെർച്ച് ചെയ്തു. ഇപ്പോൾ ആമസോണിൽ റിസൾട്ട് വന്ന സമയത്ത് 25,000 രൂപയ്ക്ക് മാത്രമാണ് അവൈലബിൾ എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം ഫ്ലിപ്കാർട്ടിൽ 24,999 എന്നാണ്. ഇവിടെ 1 രൂപ മാത്രമേ ഉള്ളൂ വ്യത്യാസം. എങ്കിലും ഓക്കെ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് 128 GB റാം വരുന്നതും 128 GB ഇന്ത്യയിൽ വരുന്നതായിട്ടുള്ള അവിടുത്തെ കളറും ഇവിടുത്തെ കളറും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ നമ്മൾ ആദ്യം ഒരു ലിങ്ക് കോപ്പി ചെയ്തായിരുന്നു, അത് ഇവിടുന്ന് നമ്മൾ ലിങ്ക് എടുക്കുന്നില്ല. ഓക്കെ ഇനി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സൈറ്റ് സെർച്ച് ബാറിൽ ബൈ ഹെഡ് കെ എന്ന് സെർച്ച് ചെയ്യണം. ബൈ ഹെഡ് കെ ഇവിടെ വരുന്ന റിസൾട്ടിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരുന്നത് കാണാം. അതുപോലെ തന്നെ താഴെ കുറേ വെബ്സൈറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ദ ആപ്പ് എന്നും കാണിച്ചിട്ടുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ പേസ്റ്റ് ചെയ്ത് സെർച്ച് ഒന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി തന്നെ സെർച്ച് ആവുന്നതാണ്. ഇപ്പോൾ സെർച്ചായി വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നും 24,999 ബൈ ഓൺ ഫ്ലിപ്കാർട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ആമസോണിൻ്റെ ഐക്കണും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഐക്കണും ഷോ മോർ എന്ന് ക്ലിക്ക് ചെയ്ത വേറെ വെബ്സൈറ്റിലും ഈ ഒരു ഫോൺ കാണിച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ നോക്കിയത് ഫ്ലിപ്കാർട്ടിലാണ് നമ്മൾക്ക് വില കുറഞ്ഞ് കിട്ടിയതല്ലേ, 24,999. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത സമയത്ത് 24,799 ഈ ഒരു ഫോൺ ആമസോണിൽ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസൾട്ട് അവിടെ സെർച്ച് ചെയ്ത സമയത്തും നമ്മൾക്ക് ഈ ഒരു വിലയിൽ പ്രൊഡക്റ്റ് അവിടെ കാണാൻ സാധിച്ചില്ല അല്ലേ? എങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ആ ഒരു ആമസോണിൻ്റെ നേരെയുള്ള ബൈ എന്ന് അമർത്തി നോക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓറഞ്ച് ഫോണിലേക്കാണ് വന്നതല്ലേ. നമ്മൾ ആദ്യം ആ ഓറഞ്ച് കളറുള്ള ഫോൺ നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 24,799 നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത സമയത്ത് ഈ ഒരു ഫോൺ കാണിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു സെയിം ഫോണായിരുന്നെങ്കിലും ഇതിൻ്റെ വില കൂടിയ ഒരു റിസൾട്ടായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് 24,799 വാങ്ങാമെന്ന് നമുക്ക് മനസ്സിലായി.